ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ ഗണ്ടൻ്റെ പെരക്കാണ്. ഇന്ന് ഇവിടുത്തെ ഒരു നോമ്പ് തുറ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഈ സ്പൂണ് പിടിച്ചിട്ട് നിൽക്കണം ഞാനല്ല കേട്ടോ. ഇതാണ് എൻ്റെ ഗണ്ടൻ്റെ ഏട്ടൻ്റെ മൂത്ത സന്തതി. വീഡിയോ എടുക്കണ്ടെന്ന് കേട്ടതും എവിടെന്നല്ലോ പോയിട്ട് ഒരു തട്ടെല്ലാം സംഘടിപ്പിച്ച് തലയിലിട്ടിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കണ്ടാ പറയില്ലല്ലോ. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് കട്ട്ലേറ്റും ഉള്ളിവടയാണ് കേട്ടോ ചെയ്തത്. ഉള്ളിവടക്കുള്ള മാവെല്ലാം ഞാൻ കുഴച്ച് കട്ട്ലേറ്റിനുള്ള മസാല എല്ലാം എൻ്റെ പുന്നാര അമ്മായി ഉണ്ടാക്കിയിട്ടാ. ഉള്ളിവടക്കുള്ള മാവും പിന്നെ അതേപോലെ കട്ട്ലേറ്റുള്ള ഈ പരിപാടിയെല്ലാം ചെയ്തു വെച്ചപ്പോൾ പൊരിക്കാന്നുള്ള വലിയ പണി ഓളാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായത്. അമ്മായിനോട് പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ മാപ്പിളിനോട് സൊള്ളണ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ ഒരേ ഒരു സന്തതിയും കാക്കാന്റെ രണ്ടാമത്തെ സന്തതിയും കൂടിയിട്ട് ഇവിടെ വള്ളത്തിൽ കളിയാണ് കേട്ടാ. ഏട്ടൻ്റെ മൂത്ത സന്തതി പറഞ്ഞ പണി പാങ്ങിലും നിറവേറ്റിനിട്ടാ. പിന്നെ ഇന്ന് നാസ്റ്റക്കൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. കാരണം പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതന്നെ എല്ലാവർക്കും ഉള്ളതുണ്ട്. അതിൻ്റെ കൂടുതലും തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നാസ്റ്റക്കൾ ഉണ്ടാക്കിയിട്ട് വെറുതെ കൈ മുഷിപ്പിക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാസ്റ്റക്ക് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. ഈ കൊടുന്ന ചോറ് തന്നെ ഇഡ്ലി ചെമ്പിലിട്ടിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ടായിന്. ചോറിൻ്റെ കൂടെ നല്ല ബീഫ് കറി ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കുക്കർക്ക് വെച്ചിട്ട് അത് ചൂടാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ പരിപാടി ചുട്ടുവെച്ച കട്ട്ലേറ്റുകളെല്ലാം പ്ലേറ്റ് ഇട്ടിട്ട് മേശയെ കൊണ്ടേക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 പ്ലേറ്റുകളുള്ള കട്ട്ലേറ്റുകൾ ഉണ്ടായി. അപ്പം ഞാൻ 3 പ്ലേറ്റ് ഇട്ടിട്ട് അത് മേശയ്ക്ക് കൊണ്ടുവച്ച് അപ്പത്തിന് ഉമ്മയും അമ്മായും കൂടിയിട്ട് ഫ്രൂട്ട്സുകളെല്ലാം കട്ടാക്കിയിട്ട് നല്ല പാങ്ങിൽ തന്നെ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായിനട്ടാ. മുന്നേ ചുട്ട് വെച്ച ഉള്ളിവടിയും കൊടുന്ന് വെച്ചിട്ടുണ്ടായിനട്ടാ. പിന്നെ നമ്മൾ ഇതെല്ലാം ചുടുമ്പത്തിന് ഉമ്മ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ആ ബത്തക്ക ജ്യൂസ് ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ ഔലും വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പം അതും കൂടി കൊടുന്ന് വെച്ചിട്ട് നോമ്പ് തുറക്കണ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്കുള്ള നാസ്റ്റെല്ലാം കൊടുത്ത് അമ്മായിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടാ. അപ്പം അമ്മായിൻ്റെ കാക്കാൻ്റെ കൂടെ വലിഞ്ഞ് കയറി ഓരിൻ്റെ കൂടെ പോയിട്ടാ. പിന്നെ അതിൻ്റെ ശേഷം തിരിച്ച് വന്നിട്ട് പള്ളിത്തെ ചോറിൻ്റെ കൂടെ ഒരു ബ്രൂ കോഫിയും കൂടി കുടിക്കാനായിട്ട് നല്ല പൂതിയിട്ടാ. അപ്പോൾ ഏട്ടൻ്റെ ഒന്നാമത്തെ സന്തതി ബ്രൂ കോഫി ഇട്ടെന്നിട്ടാ. ആ ചിരി കണ്ടിട്ട് ആരും നെട്ടണ്ട കേട്ടാ. ഓൻ്റെ പറച്ചിൽ കേട്ടിട്ട് എൻ്റെ പുത്രി ചിരിച്ചതാ. ബാക്കിയുണ്ടായ ബ്രൂ കോഫി പണിയെടുത്ത് ക്ഷീണിച്ച ഇവക്ക് കൊണ്ടേ കൊടുത്തിന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.